ഇനിയിപ്പോൾ പഴയ ഇന്ത്യയിലെ പ്രതിപക്ഷമല്ല, 234 പേര് നല്ല വാട്ടി പോലെ അവിടെ നിൽക്കുകയാണ്. പാർലമെൻറ്റിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പപ്പാതിയാണ്. നിങ്ങൾക്ക് പഴയതുപോലെ ഇനി കാര്യം നോക്കൂ. ഇനിയിപ്പോൾ ഓപ്പോസിഷൻ ലീഡറുണ്ട്. ഓപ്പോസിഷൻ ലീഡർ അദ്ദേഹത്തിൻ്റെ ലെഗ്സിലേക്ക് വന്നാൽ ബാക്കി അവിടെയുള്ളവരെല്ലാം ഇരിക്കണം. ഓപ്പോസിഷൻ ലീഡർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കേണ്ടി വരും സ്പീക്കർക്ക്. അത് ഏത് സ്പീക്കറായാലും, TDPയുടെ സ്പീക്കറായാലും BJPയുടെ സ്പീക്കറായാലും. ഷാഡോ ഗവൺമെൻറ്റിൻ്റെ തലവനാണ് ഓപ്പോസിഷൻ ലീഡർ. ക്യാബിനറ്റ് പദവിയുള്ള ആളാണ്. പ്രധാനമന്ത്രി എവിടെ എന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രിയെ സ്പീക്കർക്ക് സഭയിൽ വിളിച്ചു വരുത്തേണ്ട ഗതികേട് വരും. നോക്കൂ, നമ്മുടെ ഇന്നത്തെ 17ാം ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വല്ലപ്പോഴും ഒക്കെ ഒന്ന് വന്നു പോയാൽ, അദ്ദേഹത്തിന് തോന്നുകയാണെങ്കിൽ വല്ലപ്പോഴും ഒക്കെ വന്നു എന്നല്ലാതെ അദ്ദേഹം ഒരു സ്ഥിര സാന്നിധ്യമായിരുന്നില്ല ലോക്സഭയിൽ.